പൂർവകാല പണ്ഡിതന്മാർ, നേതാക്കന്മാർ വളരെ ഉത്തമമായ രീതിയിൽ അവരിതിനൊക്കെ നേതൃത്വം കൊടുത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളാണ് ഇന്ന് കാണുന്ന ഈ വളർച്ചയും വികാസവും. പ്രത്യേകിച്ച് SMF മഹല്ലത്തുകളിലേക്ക് വേരുകൾ പടർന്നു നിൽക്കുന്ന ഒരു തണൽ മരമാണ്. മഹല്ലത്ത് എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനമാണ്. മഹല്ലത്ത് നന്നായാൽ മുഴുവൻ നന്നായി, ഹൃദയം നന്നായാൽ ശരീരം മുഴുക്ക നന്നായി എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. രണ്ട് തവണയാണ് ഈ ഹദീസിൽ അലാ എന്ന വാക്ക് പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. എന്നതിന്റെ അർത്ഥം മലയാളത്തിൽ നമ്മൾ പറയും ഹേ ശ്രദ്ധിക്കണേ എന്ന അർത്ഥത്തിൽ. ഇംഗ്ലീഷിലാണെങ്കിൽ പറയും ലോ, അറിയുവിൻ, മനസ്സിലാക്കുവിൻ. ഒരു വലിയ കാര്യം പറയാൻ പോകുമ്പോൾ കേൾക്കുന്ന ശ്രോതാക്കളെ ഒന്ന് ഉണർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അറബ് ഭാഷയിലെ വാക്കാണ് അലാ, അറിയുക, കേൾക്കുക. മനുഷ്യ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുക്കെ നന്നായി. അത് മലിനമായാലോ ശരീരം മുഴുക്കെ മലിനമായി. അലാ, അറിയുക, അതാകുന്നു ഹൃദയം എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇതൊക്കെ ഇന്ന് വളരെ വ്യക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുൻപിൽ. ഉള്ളു നന്നായ ഒക്കെ നന്നായി. ആണായാലും പെണ്ണായാലും വ്യക്തിയായാലും സമൂഹമായാലും പുറമോടികളെ കൊണ്ട് നന്നാക്കി തീർക്കാൻ സാധിക്കില്ല. ബാഹികമായിട്ടുള്ള വർണ്ണപ്പൊലിമ കൊണ്ട് നന്നാക്കി തീർക്കാൻ സാധിക്കില്ല. വളരെ കൃത്യമായിട്ടുള്ള ആന്തരിക സംസ്കരണം കൊണ്ട് മാത്രമേ വ്യക്തിയെയും സമൂഹത്തെയും പരിവർത്തിപ്പിക്കുവാനും സംസ്കരിക്കുവാനും സാധ്യമാവുകയുള്ളൂ എന്ന പാഠമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് മഹല്ലത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള SMFന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം. SMF എന്ന് പറയുമ്പോൾ കുറെ പേരുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. കഴിഞ്ഞുപോയ ചരിത്രത്തിലെ കുറെ മഹത്തുക്കളുടെ പേരുകൾ ഞാൻ അതൊന്നും പറയുന്നില്ല, കാരണം സംസാരം ദീർഘിച്ചു പോകും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ സമദ് സാഹിബ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞ പോലെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നവരിവിടെയുണ്ട്. അതുകൊണ്ട് വല്ലാതെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഞാനും സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പക്ഷെ എന്നാലും ആ പഴയ കാര്യങ്ങൾ ഷംസുൽ ഉലമയോടൊപ്പം KK ഹസ്രത്ത് ഉസ്താദിനോടൊപ്പം കോട്ടുമല അബൂബക്കർ മുസ്ലിയാർക്കൊപ്പം എത്രയോ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, CH ഹൈദ്രോസ് മുസ്ലിയാർക്കൊപ്പം KT മാനു മുസ്ലിയാർക്കൊപ്പം ഞാൻ അവരൊപ്പം പ്രവർത്തിച്ചു, അവരൊപ്പം ഉണ്ടായിരുന്നില്ല. അവരൊപ്പം എത്രയോ യാത്ര ചെയ്ത ഒരാളാണ്. ഷംസുൽ ഉലമയുടെ കൂടെ കാറിൽ അദ്ദേഹത്തിന്റെ സീറ്റിലാണ് അദ്ദേഹം എന്നെ ഇരുത്താറുണ്ടായിരുന്നത്. കൂടെ അതേ സീറ്റിൽ. അത് ഒരിക്കലും 2 തവണയല്ല, എത്രയോ തവണ. ഞാൻ ചിലപ്പോഴൊക്കെ അത് അനുസ്മരിക്കുമ്പോ എന്നോട് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, അത് കൂടുതൽ വിശദീകരിച്ച് പറയണം, കേൾക്കാൻ പോലും താല്പര്യമാണ് എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും കേൾക്കാൻ താല്പര്യമുള്ള കാലഘട്ടമാണത്. അതൊരു ഉരുത്തിരിയുന്ന കാലഘട്ടമാണ്. ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ആ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും നേതൃത്വം നൽകുന്നവരാണ് വലിയ പണ്ഡിതന്മാരും വലിയ നേതാക്കളും എന്ന് തെളിയിക്കപ്പെട്ട കാലമാണ്. ആ കാലഘട്ടമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നതാണ്. ശരീഅത്ത് സംബന്ധമായിട്ടുള്ള വിഷയമാണെങ്കിലും മറ്റെന്താണെങ്കിലും അതൊക്കെ വലിയ ചരിത്രമാണ്, ധന്യമായ ചരിത്രമാണ്. വലിയ പണ്ഡിതന്മാർ വെളിച്ചം വീശി നിന്ന ആ കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഇന്നും ഈ മഹത്തായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എക്കാലവും അങ്ങനെയായിരിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
എന്ന് ദുആ ചെയ്യുകയാണ് നമ്മളെല്ലാവരും. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചൊരിഞ്ഞു നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നേതാക്കൾക്ക് ദീർഘായുസ് നൽകട്ടെ. പണ്ഡിതന്മാർ ഓരോ കാലത്ത്, നേതാക്കന്മാർ ഓരോ കാലത്ത് അതത് കാലത്തുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവരും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരുമാണ്. അവർ നിലനിൽക്കേണ്ടത് കാലത്തിനും സമൂഹത്തിനും ആവശ്യമാണ്. അവർ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കേണ്ടതും സമൂഹത്തിനും കാലത്തിനും ആവശ്യമാണ്. എത്രത്തോളം ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോകുന്നുവോ അത്രത്തോളം നിഅമത്തുകൾ വർദ്ധിക്കുമെന്നുള്ള കാര്യം ഖുർആൻ തന്നെ ഊന്നി പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഓർക്കണം, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തുകൾ. നിങ്ങളൊരു അഗ്നികുണ്ഡത്തിന്റെ വക്കത്തായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങളൊരു അഗ്നികുണ്ഡത്തിന്റെ വക്കത്തായിരുന്നു. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും വഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന. നിങ്ങളൊരു അഗ്നികുണ്ഡത്തിന്റെ വക്കത്തായിരുന്നു. ആ സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അള്ളാഹു സഹോദരന്മാരാക്കി തീർത്തു. അപ്പൊ ഈ അഗ്നികുണ്ഡത്തിന്റെ വക്കത്ത് എന്ന് പറഞ്ഞത് സാഹോദര്യമില്ലാത്ത കാലമാണ്. സാഹോദര്യമില്ലാത്ത, ഐക്യപ്പെടാത്ത, യോജിച്ചു നിൽക്കാത്ത കാലത്തെ പറ്റി പറയാൻ ഖുർആൻ ഉപയോഗിച്ച വാക്ക് കുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ എന്നാണ്. നിങ്ങൾ അഗ്നികുണ്ഡത്തിന്റെ വക്കത്തായിരുന്നു. പക്ഷേ കാരുണ്യവാനായ സർവശക്തന്റെ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായത്. ആ അനുഗ്രഹത്തെ നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഫഅൻഖദകും മിൻഹാ. അങ്ങനെ സാഹോദര്യത്തിലൂടെയാണ് അഗ്നികുണ്ഡത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചത്. ലോകത്തെവിടെയും അനൈക്യം അഗ്നികുണ്ഡമാണ്. ലോകത്തെവിടെയും പരസ്പരമുള്ള ചേരിതിരിവുകൾ തീക്കുണ്ടാരത്തിന്റെ വക്കത്തെത്തി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് പല ജനവിഭാഗങ്ങൾക്കും പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ലോകത്തേക്ക് കടന്നു വന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ഐക്യത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അത് തന്നെയാണ് റബീഉ, അത് തന്നെയാണ് വസന്തം. ഒന്നിച്ചു നിൽക്കുവിൻ ജനങ്ങളെ. നീതിബോധത്തോടെ മനുഷ്യത്വം പ്രഖ്യാപിക്കാനാണ് പുണ്യ റസൂൽ വന്നത്. നീതി ഉയർത്തിപ്പിടിക്കുക, നീതിയോടൊപ്പം നിൽക്കുക. അത് വല്ലാത്തൊരു വാക്കാണ്. ഇന്ന് ലോകത്ത് പുണ്യ റസൂലിനെ ഓർക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേക്കാൾ ഇമ്പമുള്ള മറ്റെന്താണുള്ളത്? നീതി. നമ്മൾ ഇന്നത് സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന കാലമായതുകൊണ്ട് നീതി എന്നൊന്നും പറയുമ്പോൾ ആളുകൾക്ക് അത്ര വലിയ അത്ഭുതം ഉണ്ടാവണമെന്നില്ല. ഇന്ന് ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടനകളിലുള്ള ഒരു വാക്കാണ് ജസ്റ്റിസ്, നീതി. നമ്മുടെ ഭരണഘടനയിലുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഒന്നാന്തരം ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ നീതി എത്രയോ സ്ഥലത്ത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും, വിശേഷിച്ച് ജനാധിപത്യ റിപ്പബ്ലിക്കൻ ജനാധിപത്യം പുലർന്നു നിൽക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടനയിൽ കാണാൻ കഴിയുന്ന വാക്കാണ് നീതി എന്ന് പറയുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കേണ്ടത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നീതി എന്ന വാക്ക് കേട്ട് കേൾവിയില്ലാത്ത ഒരു കാലത്ത്, അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട വാക്ക്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ നിഘണ്ടുവിൽ നീതി എന്ന വാക്ക് ഇല്ല. അത് പറയാൻ രണ്ടുവട്ടം അറിയിക്കേണ്ട ആവശ്യമില്ല. ലോകത്ത് ഈ വാക്കൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ആധുനിക കാലത്തോടു കൂടിയാണ്. ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം എന്നൊക്കെ പറയുന്ന അമേരിക്കയിലുണ്ടായ മാറ്റം, റഷ്യൻ വിപ്ലവം, 19ാം നൂറ്റാണ്ടിന് ശേഷം 20ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായ, 19ാം നൂറ്റാണ്ടോടെ ഉണ്ടായ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളോടുകൂടിയാണ് ലോകം നീതി എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങുന്നത്. പക്ഷേ 1447 ഹിജറ വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ ഏകദേശം 1.5 സഹസ്രാബ്ദം തികയാൻ പോവുകയാണ്. പുണ്യ റസൂലിന്റെ ഹിജറക്ക് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ 1500, സാധാരണ നമ്മൾ പറയാറുണ്ട്
1400 1400 കഴിഞ്ഞ് 1500-ലേക്ക് 1000 കൊല്ലം, പിന്നെ ഒരു 1,500 കൊല്ലം, 1.5 സഹസ്രാബ്ദം കാലത്തിനു മുമ്പ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറയുകയാണ്, ജനങ്ങളെ നീതി പുലർത്തുവിൻ, നീതി പാലിക്കുവിൻ. ഇതിനേക്കാൾ വലിയ ഒരു വാക്കും എനിക്ക് 2025-ലെ പുണ്യ റസൂലിനെ പ്രകീർത്തിക്കുന്ന ഓർക്കുന്ന ഈ സദസ്സിൽ പറയാനില്ല. ലോകത്ത് നീതി ഉണ്ടോ? ലോകത്ത് നീതി നിലനിൽക്കുന്നുണ്ടോ? ലോകരാജ്യങ്ങൾക്കിടയിലുണ്ടോ? സമൂഹങ്ങൾക്കിടയിലുണ്ടോ? രാജ്യാന്തര രംഗത്തുണ്ടോ? രാജ്യങ്ങൾക്കകത്ത് എത്രത്തോളമുണ്ട്? ഇതൊക്കെ ഇന്നൊരു പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട കാലമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഖുത്ബ, വെള്ളിയാഴ്ചയിലെ ഖുത്ബ, ആ ഖുത്ബ, രണ്ടാമത്തെ ഖുത്ബ കഴിഞ്ഞ് ഇമാം മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോ മിക്കവാറും നമ്മുടെയൊക്കെ നാട്ടുകളിലും പുറത്തും പലയിടത്തും പരമ്പരാഗതമായി ഇമാം ഖുത്ബ കഴിഞ്ഞാൽ നേരെ നിസ്കാരത്തിലേക്ക് ഇമാം മുസല്ലയിലേക്ക് കയറി നിൽക്കും. രണ്ടാം ഖുത്ബക്ക് ശേഷം, രണ്ടാം ഖുത്ബയുടെ അവസാനത്തിൽ, അത് അവസാനിപ്പിക്കുമ്പോൾ സാർവത്രികമായി പാരായണം ചെയ്യുന്ന, ഇമാം പാരായണം ചെയ്യുന്ന ഒരു സൂക്തമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅ്ളുകും. അല്ലാഹു നീതി കൽപ്പിക്കുന്നു. രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനം. ഏതാണ് ആ സമയം ഓർക്കണം. സ്വാമിജി ഇവിടെയുണ്ട്. വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥനാ ദിവസമാണ്. വാരാന്ത പ്രാർത്ഥനക്ക് ജനങ്ങൾ സംഘടിച്ചു നിൽക്കുകയാണ്. സംഘടിച്ചു നിൽക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതൻ ജനങ്ങളോട് പറയുന്ന പ്രാർത്ഥനാ വചനമാണത്. ഖുർആനിലെ അള്ളാഹു നീതിയും നന്മയും കൽപ്പിക്കുന്നു. ദൈവം നീതി കൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. നിസ്കാരത്തിന് കൈകെട്ടാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ഇഖാമത്താണ്. ഈ ആയത്ത് രണ്ടാമത്തെ ജുമുഅയുടെ ശേഷം പലയിടത്തും സാർവത്രികമായി ഉപയോഗിക്കപ്പെടാൻ കാരണക്കാരൻ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആളുകൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളൊക്കെ തുടങ്ങി. മിമ്പറിലെ ഖുത്ബക്കിടയിലും വിമർശനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ചില ചേരിതിരിവുകൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു ഭാഗത്ത് ഖവാരിജ്, മറ്റു ഭാഗത്ത് മറ്റു ചില പല രീതിയിലുള്ള ആശയങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോ അതിനൊക്കെ അവസാനിപ്പിക്കാൻ ഖലീഫ, ഭരണാധികാരി ഉപദേശിച്ചതാണ് ഇത്. പറയാ, അള്ളാഹു നീതിയും ധർമ്മവും കൽപ്പിക്കുന്നു. അതിലടങ്ങിയല്ല. അനീതിയായിട്ടൊന്നും പറയരുത്, അനീതിയായിട്ടൊന്നും പ്രവർത്തിക്കരുത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗ്യി യഅ്ളുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു നീതിയും നന്മയും കൽപ്പിക്കുന്നു. മ്ലേച്ഛമായതിനെ, സഭ്യേതരമായതിനെ അവൻ വിലക്കിയിരിക്കുന്നു. അടുത്തവർക്ക് കൊടുക്കാനും പഠിപ്പിക്കുന്നു. അടുത്തവർക്ക് ചിലർ കൊടുക്കില്ല, ചിലർ അകലെയാണ് കൊടുക്കുക. സ്വന്തം കുടുംബം, ബന്ധുക്കള്, അവിടെ കഷ്ടപ്പെടുന്നവര്, പ്രയാസപ്പെടുന്നവര്, അയൽപ്പക്ക, ഇതിൽ ഖുർബാ, അവനവന്റെ അടുത്തുള്ള കഷ്ടപ്പെടുന്നവരെ കാണാതെ ദൂരങ്ങളിലൊക്കെ വലിയ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, സഹായങ്ങളൊക്കെ ലോകത്ത് പല രീതിയിലും നടമാടുന്ന ഇന്നത്തെ പ്രവണതയുടെ മുമ്പിൽ ഈ ഒരു ഖുർആന്റെ സൂക്തം നീതി കൽപ്പിക്കുന്നു, ധർമ്മം കൽപ്പിക്കുന്നു. അടുപ്പക്കാർക്കും കൊടുക്കാൻ, അടുപ്പക്കാരെ നിശ്ചയം കൊടുക്കാതിരിക്കാൻ പാടില്ല, അവർക്ക് നിഷേധിക്കാൻ പാടില്ല. അവരാദ്യം ശ്രദ്ധിക്കണം. അങ്ങനല്ലേ? ഇവിടുന്ന് അങ്ങോട്ടല്ലേ തുടങ്ങുക. മാത്രവുമല്ല, മ്ലേച്ഛമായ കാര്യങ്ങളും നിഷിദ്ധ കാര്യങ്ങളും സർവശക്തനായ അള്ളാഹു വിലക്കുകയാണ്.
യഅ്ളുകും, അവൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. എന്താണ് ഈ ഉത്ബോധനം? നീതിയാണ്. പ്രാർത്ഥിക്കാൻ പോകുമ്പോ, ദൈവത്തിന്റെ മുമ്പിൽ കൈകെട്ടാൻ പോകുമ്പോഴും നീ നീതി പുലർത്തു എന്ന് പഠിപ്പിക്കാൻ വന്ന ലോകനായകന്റെ പേരാകുന്നു മുഹമ്മദ് മുസ്തഫ. എല്ലാം അടങ്ങി. ഇന്ന് ലോകത്ത് ആർക്കും എന്തും ചെയ്യാം. നീതി എന്ന വാക്കിന്റെ അർത്ഥമില്ല. ലോക സംഘടന എന്ന സംഘടനക്ക് അഡ്രസ് ഇല്ലാതാക്കിയിട്ട് കാലം കുറെ ആയി. ലോകരാഷ്ട്ര സംഘടന അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് തന്നെ അന്വേഷിച്ചാൽ ആർക്കും ആരുടെയും മേക്കെട്ട് കയറാം, മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നു കയറാം, അവരുടെ നെഞ്ചത്ത് ചവിട്ടാം, അവിടുത്തെ ഭരണകൂടത്തെ വെല്ലുവിളിക്കാം, അവിടുത്തെ ഭരണാധികാരിയെ കൊല്ലുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാം, ഓമന മക്കളെ ബോംബിട്ട് കൊല്ലാം, ചുട്ടുകൊന്ന് തിന്നാം. ഓമന മക്കൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പാത്രം നീട്ടുന്ന സമയത്തും അവരുടെ തലയിൽ ബോംബ് വർഷിക്കാം. എവിടെ നീതി? ഈ ചോദ്യമായിരിക്കണം. പക്ഷെ അപ്പോഴും നീതി വരും. ഒരു പ്രപഞ്ച നീതി പുലരും, ഒരു ദൈവനീതി പുലരുമെന്ന് ലോകത്ത് അനുദിനം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ലോകത്ത് പുതിയ സംഭവിക. എല്ലാവർക്കും കവലച്ചട്ടമ്പിയായി ലോകത്തെ കയ്യിലൊതുക്കാൻ സാധിക്കില്ല. ഒരു കവലച്ചട്ടമ്പി ഉണ്ടെങ്കിൽ ആ കവലച്ചട്ടമ്പിയെ നിയന്ത്രിക്കാൻ നീതിയുടെ ഒരു തുലാസ് സ്ഥാപിക്കപ്പെടും. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു നീതി തുലാസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. നോക്കണം, പുണ്യപ്രവാചകന്റെ ആഗമനം എത്രമാത്രം നീതിയോട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് പറയുന്നു, വവളഅൽ മീസാൻ. കാരുണ്യവാനായ ദൈവം തുലാസിനെ സ്ഥാപിച്ചിരിക്കുന്നു. അത് പറയുമ്പോ തന്നെ രോമാഞ്ചം ഉണ്ടാവും. ഇന്ന് മതത്തിനെതിരെയൊക്കെ ഒന്നും മനസ്സിലാക്കാതെ, പഠിക്കാതെ ദൈവനിഷേധികൾ, മൂല്യനിഷേധികളൊക്കെ ഒന്നാണ്. എല്ലാ നിഷേധികളും ഒന്നാണ്. ദൈവത്തെ നിഷേധിക്കുന്നവൻ തന്നെയാണ് സ്വന്തം പെറ്റ തള്ളയെ നിഷേധിക്കുന്നത്. പെറ്റ തള്ളയെ നിഷേധിക്കുന്നവനാണ് തന്തയെ നിഷേധിക്കുന്നത്, അയൽക്കാരനെ നിഷേധിക്കുന്നത്, എല്ലാ നന്മകളെയും നിഷേധിക്കുന്നത്. ഇവിടെ മൂല്യങ്ങളൊന്നും ഇല്ലാതെയാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ മതധാർമ്മിക മൂല്യങ്ങൾ എന്നാണ് പറഞ്ഞു പോരാറുള്ളത്. ഈ ലോകത്ത് ധാർമ്മിക മൂല്യങ്ങൾ നിലനിർത്തുന്നതിലും അത് സ്ഥാപിക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മതങ്ങളാണ്. അതുകൊണ്ട് മതത്തെയും ദൈവത്തെയും തള്ളി പറഞ്ഞാൽ പിന്നെ പെറ്റ തള്ളയെ തള്ളി പറയാം, തന്തയെ തള്ളി പറയാം. കേരളക്കരയിലൊക്കെ അത്തരം രീതിയിലുള്ള അടുത്ത കാലത്തെ പല പ്രവർത്തനങ്ങളും ജുഗുപ്സാവഹമായ പ്രതിലോമപരമായ പ്രഖ്യാപനങ്ങളും. ഒരു സ്ത്രീ എനിക്ക് ജന്മം നൽകി, ആ സ്ത്രീ എനിക്ക് ജന്മം നൽകിയതിന്റെ പേരിൽ ആ സ്ത്രീയെ ഞാൻ എന്തിനു ബഹുമാനിക്കണം? അവിടുന്ന് പോയി ആ സ്ത്രീ അവളുടെ കാമവികാരത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ ഗർഭം ചുമന്നത്. പച്ചക്ക് പറയാണ്, സ്വന്തം മാതാവിനെ കുറിച്ചാണ് ഈ പറയണത്. ഒരു സ്ത്രീ അവളുടെ കാമവികാരം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അവൾ ഗർഭം ചുമന്നു, അതിലെന്നെ പ്രസവിച്ചു. അത് ഞാൻ ആ സ്ത്രീ എങ്ങനെ മാനിച്ച് എന്തിനു നടക്കണം? ഇതൊന്നും ഇന്ന് മുഴങ്ങുന്നത് പടിഞ്ഞാറൻ സമൂഹങ്ങളിൽ നിന്നല്ല. അവരതൊക്കെ മടുത്ത് അവർ മൂല്യബോധത്തിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത കാലത്ത് ലോക്സഭയിൽ ജപ്പാനെ കുറിച്ച് നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ജപ്പാൻ, അത് പറയാൻ കാരണം ഇന്ത്യ ലോകത്തെ 3ാം വൻശക്തിയാകാൻ പോവുകയാണ്. നല്ല കാര്യമാണ്. ഇന്ത്യയുടെ വളർച്ച നമുക്ക് അഭിമാനകരമാണ്. 3rd ലാർജസ്റ്റ് എക്കോണമി. പക്ഷേ ലോകത്ത് 3rd ലാർജസ്റ്റ് എക്കോണമി ആയ ഒരു രാജ്യം വേറെയുണ്ട്. ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അത് ജപ്പാനാണ്. അതുപോലെയുള്ള സാമ്പത്തിക വളർച്ചയാകരുത് ഇന്ത്യയുടേതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ ഈ വിഷയം എടുത്തുദ്ധരിച്ചത്. ഞാൻ ജപ്പാനിലെ 2 കാര്യങ്ങൾ എടുത്തുദ്ധരിക്കുകയുണ്ടായി. ഒന്ന്, സിനിമാ നടിമാരെ, അവിടുത്തെ മുതിർന്നവരായ മാതാപിതാക്കൾ, എൽഡേഴ്സ്, മുതിർന്നവരായ മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ സിനിമാ നടിമാരെ വാടക കൊടുക്കുന്നു. തെറ്റായിട്ടൊന്നുമല്ല, കേൾക്കുമ്പോഴേക്ക് തെറ്റിദ്ധരിച്ചൊന്നും പോകണ്ട. ഒരു നല്ല കാര്യത്തിനാണ് അവർ വാടക എടുക്കുന്നത്.
ആഴ്ചയിൽ എല്ലാ ദിവസവും അവർക്ക് ഷൂട്ടിംഗ് ഉണ്ടാവും. അവർക്ക് ഏതെങ്കിലും ദിവസം ഞായറാഴ്ച മറ്റോ ഒഴിവുണ്ടാവും. അന്ന് നടിമാരെ വാടകയ്ക്കെടുത്താൽ, അവർക്കൊരു ഫീസ് കൊടുത്താൽ, അവർ ഈ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെ അടുക്കൽ വീട്ടിൽ വന്നിട്ട് ഹലോ പറഞ്ഞു പോകും. അതിനാണ് ഈ വാടക. മക്കൾ തിരിഞ്ഞു നോക്കാത്തതിനാൽ. അതാണ് ഞാനൊരു നല്ല കാര്യത്തിന് എന്ന് പറഞ്ഞത്. മക്കൾ തിരിഞ്ഞു നോക്കൂല. ഇതാണ് നമ്മുടെ നാട്ടിലും പലയിടത്തും. കണ്ടില്ലേ നിങ്ങൾ, പണ്ടൊന്നുമില്ലാത്ത രീതിയിലുള്ള ആക്ഷേപങ്ങൾ, മതത്തിനെതിരെ ശകാര വർഷങ്ങൾ, വൈകുന്നേരം ചാനൽ ചർച്ചകൾ പോലും വന്നിട്ട് ധാർമ്മിക മൂല്യങ്ങളെ പച്ചക്ക് വെല്ലുവിളിക്കാൻ നിഷേധികൾ ഒരുപ്പെടുന്ന കാലമാണ്. ആ നിഷേധികൾ പുണ്യ റസൂലിനെയും ആക്ഷേപിക്കാറുണ്ട്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം, ഈ ലോകത്ത് പരിശുദ്ധ നബി പഠിപ്പിച്ചത് മുഴുവനും നൈതികവും ധാർമ്മികവുമായ മൂല്യങ്ങളാണ്. മാതാവിനെ പറ്റി പഠിപ്പിച്ചു, പിതാവിനെ കുറിച്ച് പഠിപ്പിച്ചു, അയൽക്കാരനെ കുറിച്ച് പഠിപ്പിച്ചു. അവിടെയൊന്നും ഇന്ന മതം പഠിപ്പിച്ചില്ല. പല സഹാബികളുടെയും മാതാക്കൾ മുസ്ലിങ്ങളായിരുന്നില്ല. മക്കയിലെ വിശ്വാസത്തിന്റെ ആദ്യഘട്ടത്തിൽ അസ്മാ സിദ്ദീഖുൽ അക്ബറിന്റെ മകളാണ്. ഉമ്മ വിശ്വാസിയായിരുന്നില്ല. ആ അസ്മാ പുണ്യ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഉമ്മയുടെ കാര്യത്തിൽ ഞാൻ എടുക്കേണ്ട നിലപാട് എന്താണ്? ഉമ്മ മതത്തിലേക്കും വിശ്വാസത്തിലേക്കും വന്നിട്ടില്ലെന്നതിന്റെ പേരിൽ ഉമ്മയെ മറ്റൊരു രീതിയിൽ കാണണമെന്നല്ല പുണ്യ റസൂൽ ബോധിപ്പിച്ചത്. മാതാവിനെ മാനിക്കണം. മാതാവിനോടുള്ള സകല കടമകളും നീ മാതാവിനോട് പുലർത്തണമെന്ന് അസ്മാഇനെ, സയ്യിദ ആയിഷയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാഇനെ ഉത്ബോധിപ്പിക്കുകയാണ് പരിശുദ്ധ നബി മുസ്തഫ. മാതാവാണ് പരിഗണന. നോക്കൂ നിങ്ങൾ, എത്ര മതേതരം. അവിടെയാണ് മതേതരം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത്. എത്ര മതേതരം പുണ്യ റസൂലിന്റെ തത്വങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു സ്ത്രീ ഗർഭം ചുമന്നു, അതിനാ സ്ത്രീയെ ഞാനിങ്ങനെ മാതാവ് എന്നൊക്കെ പറഞ്ഞ് ബഹുമാനിക്കണോ? ഇത് പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്, സ്കൂളിൽ ക്ലാസ് എടുക്കുകയാണ്. കുട്ടികളൊക്കെ മനസ്സിൽ അമ്മ, ഉമ്മ, ബാപ്പ, അച്ഛൻ, ചിലതൊക്കെ ഉണ്ട്, മുഴുവൻ പോയിട്ടില്ല. അതും കൂടി തകർത്ത് കളയാൻ അങ്ങനെ പറഞ്ഞ് അവസാനം എന്തായി? കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയിൽ കേരളത്തിൽ എത്ര മാതാക്കൾ മക്കളുടെ കയ്യാൽ കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ കണക്കെടുപ്പിനെങ്കിലും തയ്യാറാകണം. അതിന് തയ്യാറാകണം. ഇരുട്ടത്ത് കരിമ്പൂച്ചയെ തപ്പിയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരണം. കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാനുള്ള മനസ്ഥിതി പ്രകടമാക്കണം. എത്ര മക്കൾ കൊല ചെയ്യും? എത്ര മക്കളാൽ? ഈ അടുത്ത ദിവസം ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്ന് അമ്മയെ തീയിട്ട് കൊന്നു, ചവിട്ടിക്കൊന്നു. ഈ ജില്ലയിലാണ് ഒരു മകൻ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പറഞ്ഞയച്ചവൻ നാട്ടിൽ വന്നു. അവനൊരു കത്തി വാങ്ങി, മൂർച്ചയൊക്കെ പരിശോധിച്ചു, മാതാവിനെ കൊന്നു. ഞാനന്ന് ഖത്തറിലൊരു പരിപാടിക്ക് പോയ ദിവസമാണ്. ആ വിവരമറിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒറ്റക്കിരുന്ന് ആലോചിച്ചിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കും, പ്രശസ്തനായ മലയാള ചലച്ചിത്ര നടൻ സലീം കുമാർ, അദ്ദേഹവുമായുള്ള ഒരു സംഭാഷണമായിരുന്നു ഖത്തറിലെ എന്റെ ചടങ്ങ്. ഞങ്ങളൊരു വേദിയിലിരുന്ന് സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച്, അദ്ദേഹം അടുത്ത കാലത്ത് പല സാമൂഹിക വിഷയങ്ങളെ കുറിച്ചും ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു കലാകാരനാണ്. സാമൂഹിക വിഷയങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് ചർച്ച ചെയ്യണം. ഇതൊക്കെയാണ് കേരളം ചർച്ച ചെയ്യേണ്ട പൊതുവിഷയങ്ങൾ. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഓരോ സമയത്തും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർ. അവരുടെ താല്പര്യങ്ങളെയും അജണ്ടകളെയും തിരിച്ചറിയണം. അതൊന്നല്ല സമൂഹം ചർച്ച ചെയ്യേണ്ടത്. സമൂഹം ഇതെല്ലാം ചർച്ച ചെയ്യണം. മയക്കുമരുന്ന് എവിടെ എത്തിയെന്ന് ചർച്ച ചെയ്യണം. മാതാപിതാക്കളോടുള്ള പുതിയ തലമുറയുടെ മനോഭാവത്തിൽ പ്രകടമായ മാറ്റമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം. അതിന് തയ്യാറുണ്ടോ? അപ്പോ കത്തി വാങ്ങിക്കൊന്നു. ഞാൻ കുറെ നേരം ആലോചിച്ചിരുന്നു. ഞാൻ ഈ മലയാളികൾ അമ്മ പ്രസംഗം എന്ന് പറയുന്ന ആ പ്രസംഗം ചെയ്ത ഒരാളാണെന്നതിൽ എന്റെ ഉമ്മയോർത്തുകൊണ്ട് അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. എന്റെ ഉമ്മ മരിക്കുന്നത് ചെറിയ പെരുന്നാക്കാണ്.
അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഞാനൊരു പരിധി വിട്ട് സന്തോഷിച്ച ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ മുമ്പുമില്ല, ഇപ്പോഴുമില്ല, ഇങ്ങോട്ടുണ്ടാവില്ല. അതിന് കാരണം ഉമ്മയുടെ മരണമാണ്. അതൊരു സന്തോഷ ദിവസമാണ്, ഹൈറായ ദിവസമാണ്, അഫ്ളലായ ദിവസമാണ്. ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പുണ്യ റസൂൽ. ആഘോഷത്തിനും പ്രാർത്ഥനയുണ്ടല്ലോ. ദീനിൽ ഒരാഘോഷവും വെറും കൊണ്ടാട്ടമല്ല, അതിലൊക്കെ ഇബാദത്തിന്റെ അംശമുണ്ട്. റമളാന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് അത് വരുന്നത്. ഞാൻ അതിലേക്ക് കടക്കല്ല. പക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ട പ്രസംഗം അമ്മ പ്രസംഗമാണെന്നാണ് പറയാറ്. അതിന് അമ്മ പ്രസംഗത്തെ മലയാളികൾ കൊടുത്ത പേരാണ്. ഞാൻ അതിന് കൊടുത്തിരുന്ന ശീർഷകം ഈ സദസ്സിൽ പറയുന്നതിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ അതിന് കൊടുത്ത ശീർഷകം ഇപ്രകാരമായിരുന്നു: മാതാവിന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം. അതാണ് അമ്മ പ്രസംഗത്തിന്റെ ശരിയായ പേര്. അത് പരിശുദ്ധ റസൂലിന്റെ വചനമാണ്. നമുക്കറിയാം. അതിന്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ, അതിന്റെ രണ്ടാം ഘട്ടത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വീണ്ടും അതേ നാട്ടികയില് ഞങ്ങൾ പോയി. ശ്രീ മോഹൻലാൽ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ചുമരിൽ എഴുതി വെച്ചിരുന്നു സംഘാടകര് ഈ വചനം. അത് കണ്ടിട്ടാണ് അദ്ദേഹം സംസാരം തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വാചകത്തിൽ, ആ നബി വചനത്തിൽ പറയുന്ന പോലെ മാതാവിന്റെ കാൽച്ചോട്ടിലാണ് സ്വർഗം. ഇതാണ് മുഹമ്മദ് നബി. കടമകൾ പാലിക്കുക. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ അതിന്റെ അഹ്ലുകാർക്ക് വീട്ടിക്കൊടുക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. അമാനത്തുകൾ വീട്ടണം, കടമകൾ വീട്ടണം. പിതാവിനോട് നിനക്ക് കടമയുണ്ട്. പെറ്റ തള്ളയോട്, മുലപ്പാലിനോട്, നിന്റെ പൊക്കിൾ കുഴിയോട് നിനക്ക് കടമയുണ്ട്. ഇത് പഠിപ്പിക്കാൻ ലോകത്ത് വന്ന വിശ്വകാരുണ്യമേ, വിശ്വവിമോചനമേ, റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ. ഇതാണ് റബീ, ഇതാണ് വസന്തം. മാതാവിനെ തിരിച്ചറിയുന്നതാണ് ജീവിത വസന്തം. പിതാവിനെ മനസ്സിലാക്കുന്നതാണ് മകനെ, മകളെ, മക്കളെ, നിങ്ങളുടെ ജീവിത വസന്തം. അതാണ് റബീ. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഏത് മനുഷ്യ സ്നേഹിക്കും കണ്ണു നിറഞ്ഞു പോകും. കരയാതെ പുണ്യ റസൂലിനെ കുറിച്ച് കേൾക്കാനും സാധിക്കില്ല, പറയാനും സാധിക്കില്ല. ഒരു സദസ്സിൽ വെച്ച ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, ദൈവദൂതരെ, ഞാൻ എന്റെ ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കടമ കാണിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കൂറ് പുലർത്തേണ്ടത് ആരോടാണ്? ഈ ചോദ്യം ഇന്നൊരാൾ മറ്റൊരാളോട് ചോദിച്ചാൽ, ഞാൻ പറയട്ടെ, 100 പേരുള്ള സദസ്സിൽ 101 മറുപടിയെങ്കിലും വന്നിരിക്കും. ഒരാൾ പറയും നിന്റെ നേതാവിനോട്, ഒരാൾ പറയും നിന്റെ ജ്യേഷ്ഠനോട്, ഒരാൾ പറയും നിന്നെ സഹായിച്ച വ്യക്തിയോട്, ഒരാൾ പറയും നിന്റെ കടത്തിൽ വന്നപ്പോ നിന്നെ സഹായിച്ച വ്യക്തിയോട്, ഒരാൾ പറയും രോഗം വന്നപ്പോ മരുന്നെഴുതി തന്ന ഡോക്ടറോട്, ഒരാൾ പറയും നിന്നെ ഗൾഫിലേക്ക് കൊടുത്ത് വിസ എടുത്തു കൊണ്ടുപോയ ആളോട്, ഒരാൾ പറയും നിന്റെ കെട്ടിയ പെണ്ണിനോട്, പെണ്ണിനോടാണെങ്കിൽ പറയും നിന്റെ കെട്ടിയവനോട്, നിന്നെ വിഷമിച്ച സമയത്ത് ദാരിദ്ര്യം വന്നപ്പോ നിന്റെ കയ്യിൽ ഒരു പിഞ്ഞാണം കഞ്ഞി വിളമ്പിത്തന്നവനോട്. ഇതൊന്നുമല്ല പുണ്യ റസൂൽ മറുപടിയായിട്ട് പറഞ്ഞു. അവിടുന്ന് ആ ചോദ്യകർത്താവിനോട് പറഞ്ഞു, നിന്റെ മാതാവിനോട്, നിന്റെ മാതാവിനോട്. സ്വന്തം മാതാവിനെ ഓർക്കാതെ ഒരാൾക്കും പരിശുദ്ധ നബിയെ ഓർക്കാനേ സാധിക്കില്ല. നബി വെറുതെ ഇരുന്നാ മതി, നബി ഒന്നും പറയണമെന്നില്ല. ഗർ ഖമൂഷ് ഹൈ, ഗർ ഖമൂഷ് ഹൈ तो खुदा की किताब है, गर बोलने लगे तो, गर बोलने लगे तो रिसालत माब है. റസൂൽ മിണ്ടാതിരുന്നാൽ നബി തന്നെയാണ് അള്ളാഹുവിന്റെ കിതാബായ ഖുർആൻ. നബി മിണ്ടാതെ മൗനിയായിട്ടിരുന്നാൽ നബി ദൈവഗ്രന്ഥമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് സയ്യിദ ആയിഷയെ സമീപിച്ച ചെറുപ്പക്കാരായ സഹാബികൾ, അവർക്ക് റസൂലുള്ളാഹിനെ വേണ്ടത്ര കാണാൻ സാധിച്ചിട്ടില്ല. അവർ പിൽക്കാലത്ത് വന്നവരാണ്, മുതിർന്നവരല്ല. അവർക്ക് നബി ജീവിതം വേണ്ടത്ര നേരിട്ട് കണ്ടവരെ ചോദിക്കൂല. സിദ്ദീഖും ഫാറൂഖും
അബ്ദുല്ലാഹിബ്നു ഉമറും അബ്ദുല്ലാഹിബ്നു അബ്ബാസും അബ്ദുല്ലാഹിബ്നു മസ്ഊദും ബിലാലും സൽമാനും മുആദ് ഇബ്നു ജബലും അവരാ ചോദ്യം ചോദിക്കില്ല. അവർ നബിയോടൊപ്പം ജീവിച്ചവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാലക്കാരായ സഹാബികൾ മാതാവായ ഉമ്മുൽ മുഅ്മിനീനായ പണ്ഡിതയായ സയ്യിദ ആയിഷയോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു നബിയുടെ ജീവിതം? മറുപടി, അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് സയ്യിദ ആയിഷ മറുപടി പറഞ്ഞു. ഗർഖമൂഷ് ഹൈ, നബി മൗനമായിട്ടിരുന്നാൽ ഖുദാ കി കിതാബ് ഹൈ, ദൈവത്തിന്റെ ഗ്രന്ഥം തന്നെയാണ് മുഹമ്മദ് നബി. ഗർ ബോലനെ ലഗേ, നബി മിണ്ടാൻ തുടങ്ങിയാൽ റിസാലത്ത് മആബ് ഹൈ, ദൈവദൂതനുമാണ്. മിണ്ടാതിരിക്കുന്ന മുഹമ്മദ് നബി ദൈവിക ഗ്രന്ഥമാണെങ്കിൽ മിണ്ടുന്ന മുഹമ്മദ് നബി ദൈവത്തിന്റെ ദൂതനുമാണ്. ലഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ, അല്ലാഹുവിങ്കൽ നിന്ന് വ്യക്തമായ വെളിച്ചവും ഗ്രന്ഥവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. വെളിച്ചം കിട്ടി, ഗ്രന്ഥവും കിട്ടി. വെളിച്ചം പുണ്യ റസൂലിന്റെ വരവാണ്, ഗ്രന്ഥം ഖുർആനുമാണ്. ഒറ്റ ആയത്തിൽ പരിശുദ്ധ റസൂലിന്റെ ആഗമനവും ഖുർആൻ ഇറങ്ങിയതും ഒരു ചെറിയ ആയത്തിൽ അല്ലാഹു വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. ചോദ്യകർത്താവ് രണ്ടാമത് ചോദിച്ചു, പിന്നെ ആരോട്? നമ്മൾ വീണ്ടും വീണ്ടും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്, പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. ജീവിതത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറ് പുലർത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോ നിന്റെ മാതാവിനോട് എന്ന് പറഞ്ഞുവെങ്കിൽ അതെല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ചോദ്യകർത്താവിന് അറിയേണ്ടത് രണ്ടാമത്തെ ആളെയാണ്. ഒന്ന് കഴിഞ്ഞ് ഇനി രണ്ടാമത് ആരോടാണ്? അപ്പോഴും നിസ്സംഗനായി പുണ്യ റസൂൽ മറുപടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവ് വിടാതെ ചോദിച്ചു, അടുത്ത ആളാരാണ്? പിന്നെയാരോട്? സുമ്മ ചേർത്തുകൊണ്ടാണ് ഈ സഹോദരൻ ചോദ്യം ഉന്നയിച്ചത്. അപ്പോഴും മൂന്നാം വട്ടവും ഒരു മാറ്റവും കൂടാതെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിന്റെ മാതാവിനോട്. നാലാമതും ചോദ്യകർത്താവ് ആവർത്തിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ പിതാവിനോട് എന്ന്. ഞാൻ പറയാറുണ്ട് എന്റെ സംസാരങ്ങളിൽ, മാനവരാശിയുടെ മത്സര പരീക്ഷയിലെ 3 റാങ്കും അടുക്കളയിലെ കരിപിടിച്ച കോന്തലയുമായി നിൽക്കുന്ന ആ പാവപ്പെട്ട മെലിഞ്ഞ പെണ്ണിന്റെ മടിത്തട്ടിലിട്ട് കൊടുക്കുകയാണ് പരിശുദ്ധ നബി ചെയ്തത്. 3 റാങ്ക്, ഫസ്റ്റ് റാങ്കും അവിടെ കൊടുത്തു, സെക്കൻഡ് റാങ്കും അവിടെ കൊടുത്തു, തേർഡ് റാങ്കും അവിടെ തന്നെ കൊടുത്തു. 4th റാങ്ക് മാത്രമാണ് പിതാവ് എന്ന മനുഷ്യന് പോലും പുണ്യ റസൂൽ നൽകി. ഇനി ഈ പിതാവിന്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ്? എന്റെ പിതാവിന്റെ ഓട് ഞാൻ എന്തൊക്കെ കടമകൾ പുലർത്തണമെന്നൊരു മകൻ ഒരിക്കൽ പുണ്യ റസൂലിനോട് ചോദിച്ചു. ആദ്യം തന്നെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ പിതാവിന്റെ കൂടെ നടക്കരുത് എന്നാണ്. ഒപ്പം നടക്കരുത്. ഇങ്ങനെയുള്ള ചില മര്യാദകളിലും മാനേഴ്സിലും ഒക്കെയാണ് സംസ്കാരം. ഞാൻ തുടങ്ങിയത് അദബിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. മാനേഴ്സ് എന്നാണ് ഇംഗ്ലീഷുകാർ അദബിന് പറയുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അദബ് എന്ന് പറഞ്ഞാൽ ദഹിക്കാത്തവരുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, കുറച്ച് മാനേഴ്സ് ഒക്കെ വേണം. അല്ല ഇപ്പറ വ്യത്യാസം അവിടെ വെച്ച് തീർന്നോളൂ. അദബോ? എന്തിനാണ് ഇത്ര അദബ്? എന്തിനാണ് ഇത്ര മര്യാദ പാലിക്കണത്? അദബ് മര്യാദ എന്നൊക്കെ പറഞ്ഞാൽ അത് ദഹിക്കാത്തവരെ കാണാൻ നമുക്ക് സാധിച്ചേക്കും. അവരോട് പറഞ്ഞാൽ മതി, കുറച്ച് മാനേഴ്സ് ഒക്കെ നല്ലതാണ്. ഒരു സദസ്സിൽ ഇരിക്കുമ്പോ യൂറോപ്യന്മാർ വളരെ സൂക്ഷിക്കുന്ന കാര്യമാണ് മാനേഴ്സ്. നമ്മൾ ഈ ചെയ്യുന്നൊന്നും യൂറോപ്യന്മാരില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഞാൻ കുറെ നേരമായി പെടുന്ന ബുദ്ധിമുട്ടും. എനിക്ക് പ്രത്യേകിച്ച് റസൂലുള്ളാഹിന്റെ മദ്ഹിൽ ഒരേല അനക്കെ എനിക്ക് പറ്റൂല. നിങ്ങൾക്കൊന്നും തോന്നും. ഞാൻ എല്ലാ മാസവും ഒരു മദൂർ റസൂൽ നടത്തുന്ന ആളാണ്. എന്ത് തിരക്കിന്റെ ഇന്ന് വരെ 10-40 കൊല്ലമായിട്ട് അതിന് മുടക്കല്ല. കോവിഡ് വന്നപ്പോ പോലും അത് മുടങ്ങിയിട്ടില്ല. എല്ലാ മാസവും ഒരു മദൂർ റസൂൽ.
അതിന് വലിയ സദസ്സിന്റെ മുമ്പിലാണ് നടക്കുന്നത്. അത് എവിടെങ്കിലും വെച്ചിട്ട് സ്വകാര്യമായിട്ട് നടത്തല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നു മസ്ജിദിൽ വലിയ എല്ലാവരും സ്വലാത്തൊക്കെ ചൊല്ലി ദുആ ചെയ്ത്. ഇതിനേക്കാളും വലിയ ഒരു അത്ഭുതവും ഒരു അനുഗ്രഹവും ഈ എളിയവന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആ സമയവും ആ സന്ദർഭവും അവിടെ ഞാൻ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് നിർബന്ധമുള്ളൂ, ഇല പോലും അനങ്ങരുത്. അത് റസൂൽ കൽപ്പിച്ചതാണ്, നമ്മളായിട്ടുണ്ടാക്കിയത്. മഹത്തുക്കൾ പറയുന്നത് പരിശുദ്ധ റസൂല് ഹയാത്തായിരിക്കുമ്പോ നീ റസൂലിന്റെ മുമ്പിലെത്തിയാൽ എന്തൊക്കെ അദബുകൾ നീ പുലർത്താൻ ബാധ്യസ്ഥനായിട്ടുണ്ടോ ആ അദബുകൾ അത്രയും നബി ഓർക്കപ്പെടുന്നിടത്ത്. ഞാൻ ഇപ്പൊ സമയമുണ്ടെങ്കിൽ അതിന്റെ കിതാബ് എന്നുള്ള ഉദ്ധരണികൾ ഇമാം ഖാദി ഇയാദ് തന്റെ കിതാബ് ഷിഫയിൽ, ഇമാം മാലിക് റഹിമഹുല്ലാ തന്റെ ഗ്രന്ഥങ്ങളിൽ ഒക്കെ വരച്ചതിന്റെ അത് മനഃപ്പാഠമായിട്ട് ഞാൻ പറയുന്നത് തഅ്ളീമുർ റസൂൽ, റസൂലുള്ളാഹിനോടുള്ള ആദരം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഹയാത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ പോയിരിക്കുമ്പോ എന്തായിരിക്കും, ഒരു ഹദീസിന്റെ കഷ്ണം പറയുമ്പോ പോലും അങ്ങനെയായിരിക്കണം എന്നാണ്. ഒരു ഹദീസ് നബിവചനം കേൾക്കുമ്പോ അനങ്ങാത്ത ഇരിപ്പായിരിക്കണം. കാരണം റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഇമാം മാലിക് റഹിമഹുല്ലാനെ ആവർത്തിച്ച് വന്ന് തേളുകുത്തി വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പോഴും ആ ഹദീസ് ചൊല്ലിക്കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരിക്കൽ ഇമാം മാലിക് നടന്നു പോകുമ്പോൾ ഒരാൾ വന്നുകൊണ്ട്, ഒരു വിദ്യാർത്ഥി വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസിനെ പറ്റി ചോദിച്ചു. ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം മാലിക് മദ്ഹബിന്റെ ഇമാം എന്നതോടൊപ്പം ഇമാം മാലിക്കിന് ദീനിന്റെ ചരിത്രത്തിൽ ഒരു അസാധാരണമായ പേരുണ്ട്, ഇമാമു ദാറിൽ ഹിജ്റ. ഇത് ഹിജ്റയുടെ അനുസ്മരണം കൂടിയാണ്. ഹിജ്റയുടെ ഭവനത്തിന്റെ ഇമാം, ഹിജ്റയുടെ ഭവനം മദീനയാണ്, മദീനയിലേക്കാണ് ഹിജ്റ. അവിടുത്തെ ഇമാം എന്ന് പേര് സിദ്ധിച്ച ഒരേ ഒരു ഇമാമേ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളൂ, അത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആണ്. ഇമാം മാലിക്കിനോട് ഒരാൾ നടന്നു പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ചോദിച്ചു. അവരെവിടെത്തിയാൽ ആളുകൾ ഹദീസ് ചോദിക്കും. ഷാഫി ഇമാം വരെ ചെല്ലുന്നുണ്ട് ഹദീസ് ചോദിക്കാൻ. ഇമാം ഷാഫി ഇമാം മാലിക്കിന്റെ അടുക്കുന്ന ഹദീസ് പഠിക്കുന്നുണ്ട്. അത് എഴുതിക്കൊണ്ടിരുന്നപ്പോ കയ്യിൽ കടലാസൊന്നും ഇല്ലായിട്ട് ഇവിടൊക്കെ ഇങ്ങനെ കുറിച്ചു വെക്കുകയായിരുന്നു ഇമാം ഷാഫി ചെയ്തത്. ഇവിടൊക്കെ കുറിച്ചു വെച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇമാം മാലിക്കിന്റെ അടുക്ക പിന്നെ ചെന്നു ഈ കുട്ടി ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ആരാ? ഇന്നാളാണ്. എവിടുന്നാ? ഇന്നാളാണ്. മുത്തലിബി. അബ്ദുൽ മുത്തലിബിന്റെ കുടുംബമാണ് റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. ഹാഷിമി കുടുംബത്തിലാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ജനിക്കുന്നത്. മുത്തലിബിയ, ഖുറൈശിയ. ഒക്കെ കേട്ട് ഇമാം മാലിക്കിന്റെ ബഹുമാനം ഉണ്ടായി. പറഞ്ഞു, എന്നാലും കുട്ടിക്ക് കുറച്ചും കൂടി ശരിയാകാൻ ബാക്കിയുണ്ട്, കുട്ടി ശ്രദ്ധിക്കണം. എന്താണത്? ഞാൻ റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുമ്പോ നിങ്ങളെന്തോ അങ്ങനെ കൈയോണ്ടൊക്കെ കാണിക്കുന്നത് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഷാഫി ഇമാം പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ കുട്ടി അതെനിക്ക് എഴുതാനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ കയ്യിലൊക്കെ കുറിച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നു, എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല. എന്നിട്ടോ ആ ഹദീസ് മുഴുവനും മനസ്സെന്ന് ചൊല്ലിക്കൊടുത്തെന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. അപ്പോഴാണ് ഇമാം മാലിക് അത്ഭുതത്തോടെ ഈ കുട്ടിയെ നോക്കി നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആദരമാണ്, മഹബ്ബത്തുർ റസൂൽ ദീനിന്റെ ഭാഗമാണ്, ദീനിന്റെ അടിസ്ഥാനമാണ്. അതില്ലാതെ ദീനില്ല, അസാസാണ്, അസാസു ശർഇ വശരിയ. അതില്ലാതെ കണ്ട്, അതിന് അടിസ്ഥാനമില്ലാതെ കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ അതാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇന്ന് മര്യാദ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ചിലർക്ക് ദഹിക്കൂലെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞേക്കണം, ഞാൻ ആ വാക്ക് പിൻവലിച്ച്, മാനേഴ്സ് ഉണ്ടാവും. അത് പറയും, അത് അത്യാവശ്യം. ഒരു മാനേഴ്സ് ഇല്ലാത്ത ആളാണ്, ഒരു മാനേഴ്സ് ഇല്ല. അയാൾ കയറി വരുന്നതുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരാൾ സ്റ്റേജിൽ കയറി, നിങ്ങൾ എവിടെയൊന്നും എന്നോട് ചോദിക്കരുത്, ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി കയറിയതാണ്. ഒരു ചാട്ടും ഒരു കയറ്റും. സാധാരണ ഈ കേരളത്തിൽ പോലുള്ള അവസ്ഥ എന്താ? പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ കയറി വന്നു, അങ്ങനെ വാങ്ങി കൈകൂപ്പി. അതിലൊക്കെ അപ്പുറമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചന്ദ്രശേഖര വാര്യർക്ക് കഥകളി നാട്ടിന് വലിയൊരു പുരസ്കാരം കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിയിട്ട് സ്റ്റേജിൽ കടന്നു. അങ്ങനെയാണ് അവരുടെ ആചാരം. സാഷ്ടാംഗം പ്രണമിച്ച് ഗുരുവിന്റെ മുമ്പിൽ കിടക്കണം.
അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. കിടക്കൊന്നുമില്ലെങ്കിലും നിൽക്കുകയാണെങ്കിലും നിന്നിട്ട് മതി. കിടക്കും വേണ്ട, കുനിയൊന്നും വേണ്ട. നല്ല വരവൊക്കെ ചിലര് സമ്മാനം വാങ്ങാനൊക്കെ ഇപ്പത്തെ വരവാണ്. ഇങ്ങനെ എത്ര സമ്മാനം നമ്മളൊക്കെ കണ്ടതാടാ മോനെ. അപ്പൊ ഈ കഴിഞ്ഞ ഒരു സദസ്സിൽ നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരാൾ ഒറ്റ ചാട്ടും വരുവാ. അപ്പോ എന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് ചോദിച്ചു, അയാൾ ആ വരവും പോക്കും. അപ്പൊ വേറൊരാള് പറയാ, ഒരു ഗുണ്ട വന്ന പോലെ. ഞാൻ കേട്ടു എന്റെ കാതുകൊണ്ട്. അപ്പൊ എനിക്കൊരു സമാധാനായി, ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. എനിക്ക് സമാധാനായി. ഞാൻ ഒറ്റക്കല്ല, എനിക്കതാ വരവ് അപ്പോഴേ രസിച്ചില്ല. ഈ സദസ്സിലൊക്കെ ഉള്ള പെരുമാറ്റങ്ങൾ, ആദാബ്, മാനേഴ്സ്. റസൂലുള്ളാഹിന്റെ സദസ്സിൽ സഹാബത്ത് ഇരിക്കുന്നതിനെ പറ്റി പറയണത്, അവർ രണ്ട് ചുമലിലും പക്ഷി ഇരിക്കുന്ന പോലെ ഇരിക്കുമായിരുന്നു. പുറത്തൊരു പക്ഷിയുണ്ട്, പുറത്ത് ഒരു കിളി പടണ്ട്, ഒരു കിളി പടണ്ട്. നമ്മൾ അനിയ കിളി പറക്കും. അതിനേക്കാൾ ഭംഗിയായിട്ട് ആദബിനെ വർണ്ണിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇമാം മാലിക് നടന്നു പോകുമ്പോഴാണ് ഒരാൾ ചോദിച്ചു വന്നിട്ട് ഹദീസ് ചോദിച്ചത്. ഇമാം മാലിക് നേരെ തിരിഞ്ഞു നിന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ നിങ്ങളൊരു മാന്യനെന്നാ വിചാരിച്ചത്. ഞാൻ നടന്നു പോകുമ്പോ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ചോദിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നടന്നു പോകുമ്പോ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ചോദിക്കുക? എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് സ്ഥലത്തെത്തി, വേറെ സ്ഥലത്തെത്തി. അപ്പൊ ആരോടെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുമ്പോ ഒരാൾ എന്നോട് ഹദീസ് ചോദിച്ചിരുന്നു, അദ്ദേഹം ഇവിടെ എവിടെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരും, ഹദീസ് പറഞ്ഞു കൊടുക്കാനാണ്. അപ്പൊ ആരെ വിളിച്ചോണ്ട്? എന്നിട്ടും ഇമാം മാലിക്കിന്റെ ഉള്ളിൽ നിന്ന് ആ അമർഷം പോകുന്നില്ല. ഇമാം മാലിക് ചോദിച്ചു, ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് നിങ്ങളൊരു മാന്യനാണെന്ന്. ഞാൻ നടന്നു പോകുമ്പോ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ചോദിക്കുക? സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലാതിരിക്കുക, തഅ്ളീം ചെയ്യാതിരിക്കുക. ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ചില ആളുകൾ റസൂലുള്ളാഹിനെ പറയുമ്പോൾ ചുണ്ടും പൂട്ടിയിരിക്കും. എത്ര ബഖീലുകളാണ്. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ. പിശുക്കൻ എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ്, അവനാണ് ബഖീൽ. അതേ ഹദീസ് പല റിവായത്തിൽ വന്നിട്ടുണ്ട്, ബുഖ്ലി എന്നത് എന്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നതിന്റെ പേരാണ്. അവിടുന്ന് പറഞ്ഞിട്ട് എന്റെ പേര് കേട്ട് സ്വലാത്ത് ചെല്ലാത്തവന് അവന് സ്വർഗത്തിലേക്ക് വഴിതെറ്റും എന്ന് വരെ പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് ഇത്തരം ആദാബുകൾ സമൂഹത്തിൽ നിലനിർത്തണം. ഇതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അപ്പൊ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചതൊക്കെ മര്യാദകളാണ്. അപ്പൊ ബാപ്പയോടുള്ള എന്റെ കടമ, പിതാവിനോടുള്ള എന്റെ കടമ. എനിക്ക് നിങ്ങൾക്ക് ഈ ഹദീസ് വരുമ്പോൾ എന്റെ ഉപ്പാൻ ഓർക്കും. ഞാൻ എന്റെ ഉപ്പയായിരുന്നു എന്റെ ഏറ്റവും വലിയ ഉസ്താദ്. ചെറുപ്പത്തിൽ നിന്നാണ് എന്റെ പഠനമൊക്കെ തുടങ്ങുന്നത്. ഉപ്പ കടുത്ത ശിക്ഷ നൽകിക്കൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. കിതാബുകൾ, ഖുർആൻ, ഹദീസ് ഓതൽ. ഉപ്പാന്റെ മടിയിൽ, എന്റെ മടിയിൽ ഉപ്പാന്റെ കാലും, ഉപ്പാന്റെ കാലും ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും. രാത്രി ഇങ്ങനെ ക്ലോക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും, ക്ലോക്ക് ഇങ്ങനെ അടിക്കും. എല്ലാവരും ഉറങ്ങാൻ പോയിട്ടുണ്ട്. വലിയ മസ്ജിദിൽ, പള്ളിക്കാട്ടിലൊന്നും ആരുമില്ലാത്ത നേരത്ത് അപ്പോഴും ഇങ്ങനെ ഒന്ന് നിസ്കരിക്കുന്നുണ്ടാവും. ഞാൻ ആ തൂണും ചാരി ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് വിത്രാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് ഉറക്കെ ചൊല്ലും. അതിൽ മൂന്നാമത്തെ വട്ടം ഖുദ്ദൂസ് ചൊല്ലുമ്പോൾ റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഇപ്പൊ സിഹാഹു സിത്തയുടെ വലിയ പണ്ഡിതനായി. സിഹാഹു സിത്ത 6 ഹദീസ് സമാഹാരങ്ങളിൽ മുദരിസുമാര് വീട്ടിൽ വരുമായിരുന്നു അസറിന്റെ ശേഷം. ഇത് കണ്ടിട്ട് വളർന്നൊരു മകനാണ് ഞാൻ. അടുത്ത ദിവസം ദുബായിൽ ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു വലിയ ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്. നമ്മളെ മാതാപിതാക്കളെ പറ്റി നമ്മൾ ഓർത്തു പോകില്ലേ? ആ പണ്ഡിതൻ, ഞാൻ പിറകിലെ സ്റ്റേജുമ്പോൾ കൂടിയാണ് കയറിയത് ദുബായിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലിന്റെ ഈ ഞെരിയാണിയുടെ ഭാഗം ഇവിടെ കുറച്ച് കൂടുതൽ മാംസമുണ്ട്, തടിച്ചിട്ടാണ്. ഇവിടെ സാധാരണ രീതിയിലുള്ള 2 കുഴിയില്ല, തടിച്ചിട്ടാണ്. ഞാൻ പിറകുന്ന് കാണുകയാണ്, വലിയ സദസ്സിന്റെ മുമ്പിൽ പണ്ഡിതൻ പ്രസംഗിക്കാൻ. ഞാൻ അങ്ങനെ ആലോചിച്ചത് എവിടെ കണ്ടിട്ടുണ്ടല്ലോ, കാലിന്റെ നെരിയാണിന്റെ 2 ഭാഗത്ത് കുഴിയില്ലാതെ ഇങ്ങനെ നിറഞ്ഞ ഒരു കാല്, നല്ല വണ്ണുള്ള കാല്.
അപ്പൊ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ആളെ മുഖം കാണില്ല. പ്രസംഗിച്ചിട്ട് ആ പണ്ഡിതൻ നേരെ അടുക്കലേക്ക്, ഞങ്ങളപ്പാന്റെ ശിഷ്യനാണ്. അവര് മുദരിസായിരുന്ന കാലത്ത് അസറിന്റെ ശേഷം പാന്റെ അടുക്കുന്ന സിഹാഹുസിത്തെ നോക്കാൻ വന്നതാണ്. ആ മാതാപിതാക്കൾ നമ്മൾ ഓർത്തുപോകും. അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അല്ലെങ്കിലും റസൂലുള്ളാഹിനെ ഓർക്കുമ്പോ മാതാപിതാക്കൾ ഓർക്കൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഹദീസ് കേൾക്കുമ്പോ എന്റെ പിതാവിനോട് ഞാൻ പാലിക്കേണ്ട കടമ എന്താണ്? ഒരു മകൻ പരിശുദ്ധ നബിയോട് ചോദിച്ചു. ആദ്യത്തെ വാക്കുതാണ്, നീ നിന്റെ പിതാവിന്റെ ഒപ്പം നടക്കരുത്. ഇന്ന് ഒപ്പം ഇരിക്കും. ഇന്ന് വേണമെങ്കിൽ സിഗരറ്റ് കൊളുത്താൻ വേണ്ടിയിട്ട് മകനിങ്ങനെ നീട്ടും, പിതാവ് കത്തിച്ചു കൊടുക്കും. ഇപ്പൊ ഒരു പുതിയ ഫാഷനും തുടങ്ങിയിരിക്കണം. അതൊന്നും കാര്യമില്ല, അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, കുട്ടികളുടെ സ്നേഹമൊക്കെ ഉള്ളിലുണ്ടായാൽ മതി. ഒരിക്കലും അല്ല, അങ്ങനെയല്ല. അത് മാനേഴ്സിലൂടെയാണ് ഇത് പ്രകടിപ്പിക്കപ്പെടേണ്ടത്. അങ്ങനെ എല്ലാവർക്കും പറ്റുമോ? എല്ലാവർക്കും എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ പറ്റുമോ? നേതാക്കന്മാരോട് അങ്ങനെ പെരുമാറാൻ അനുവാദമുണ്ടോ? ഏതെങ്കിലും സമൂഹത്തിലുണ്ടോ? അനുയായി നിൽക്കേണ്ടടുത്ത് നിൽക്കണം, നേതാവ് നിൽക്കേണ്ടടുത്ത് നിൽക്കണം. അങ്ങനെയാണ്. ആ കാലഘട്ടമൊക്കെ ഓർക്കുമ്പോൾ നമ്മളതൊക്കെ ഓർത്തു പോകും. ഞാനിവിടെ അബ്ബാസ് അലി തങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പൂക്കോയ പാപ്പാന്റെ മുഖം ഇങ്ങനെ കാണും. പഴയ കാലങ്ങളാണ്. റഹിമഹുല്ലാ. പോലീസും പറഞ്ഞു, ഓനെ പാലക്കാട്ടുണ്ടോണം തങ്ങളെടുത്തുന്നത്. എന്നിട്ട് എൻ്റെ അമ്മാവൻ, ഉമ്മയുടെ ആങ്ങള ഖാദിയായിരുന്നു. മമ്മിക്കുട്ടി മഖ്ദൂമിന്റെ പേരാ അവർ കിട്ടിയിരുന്നത്. മമ്മിക്കുട്ടി ഹാജി എന്ന് പറയും. നിരവധി പ്രദേശങ്ങൾ പാണക്കാട്ട് പൂക്കോയത്തങ്ങൾ ഏൽപ്പിക്കുന്ന ഒരുപാട്. പിന്നെ കൊണ്ടുപോയിട്ട് പൂക്കോയത്തങ്ങൾ ഇങ്ങനെ തലയിലൂടെ ഇങ്ങനെ കൈയിങ്ങനെ എന്റെ മുടിയിലൂടെ നേതാക്കൾ തങ്ങളെ കൈയിങ്ങനെ എഴിഞ്ഞു പോയ തലയാണ് എൻ്റെ തല. എന്നിട്ട് ഫാത്തിഹ ദുആ ചെയ്യണം. ഇതൊക്കെ ഒരു കാലഘട്ടമാണ്, നമ്മെ ഉണ്ടാക്കിയ കാലമാണ്. നാം അതിലൂടെയാണ് കടന്നു വന്നത്. ഇന്നലെയിലൂടെ കടന്നു വന്ന പടവുകളെ നീ മറക്കരുത് എന്നാണ് പുണ്യ റസൂല് പഠിപ്പിക്കുന്നത്. അങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം കാണുന്നവരാണ് മാതാപിതാക്കൾ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഈ സദസ്സിൽ വെച്ച് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട മുതിർന്നവരവിടെ, എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങളെ മാനിപ്പാൻ ഇപ്പോൾ ഓടിച്ച് ഓർത്തിട്ടുണ്ടാവും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന പല സദസ്സിലും മാതാപിതാക്കൾ ഓർക്കും. അച്ഛനമ്മമാരെ ഓർത്ത് എത്രയോ സഹോദരങ്ങൾ എനിക്ക് രാത്രിയൊക്കെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് ഫോൺ ചെയ്യാറുണ്ട്, എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ, മറ്റുള്ളവർ. അപ്പൊ പുണ്യ റസൂലിന്റെ ഈ നിഷ്കർഷകൾ, നീ ഒപ്പം നടക്കരുത്, പിറകിലെ നടക്കാവൂ, പിതാവിന്റെ ഒപ്പം നടക്കരുത്. കുറച്ചൊന്ന് ബാക്കിൽ നിൽക്കുക, അതിൻ്റെ ഒപ്പയാണ്, അതിൻ്റെ വന്യ പിതാവാണ്. മനസ്സിലായില്ലേ? അപ്പൊ കാല് തടവി കൊടുക്കാൻ പഠിപ്പിക്കണം. പിതാവിന്റെ കാല് തടവി കൊടുക്കാൻ പഠിപ്പിക്കണം. ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം അതാണെന്ന് പഠിപ്പിക്കണം. അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഈ ജില്ലയിൽ ഒരാളെ മാതാവിനെ കൊന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഖത്തറിൽ ആലോചിച്ചിരുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ കൊല്ലപ്പെട്ട സംഭവത്തെക്കാൾ എന്നെ അന്ന് തളർത്തിക്കളഞ്ഞത് കൊന്നവൻ പറഞ്ഞൊരു വാക്കാണ്. ആ കൊല നടത്തിയവൻ പറഞ്ഞു, ഗർഭം ചുമന്നതിനും എന്നെ പെറ്റതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. ആ കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഞാൻ ലണ്ടനിലെ കഥയല്ല ഞാൻ പറഞ്ഞു, ഞാൻ ന്യൂയോർക്കിലെ കഥയല്ല പറഞ്ഞു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സീസോൺ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സ്റ്റേജിൽ വന്നിരുന്നു. പ്രസംഗം കഴിഞ്ഞിരുന്നപ്പോൾ എൻ്റെ പിറകുന്ന ഒരു പ്രൊഫസർ എന്നോട് പറഞ്ഞു, ഇന്നങ്ങനെ തോണ്ടി പിറകുന്നു, സൗദാനി സാഹിബ് നിങ്ങൾ പറഞ്ഞില്ലേ ആ കൊല, അത് എൻ്റെ വീടിൻ്റെ അടുത്താണ് അവൻ്റെ വീട്. ഒരു അധ്യാപകൻ എന്നോട് പറയാണ്, ഇപ്പൊ ഞാൻ ജീവിക്കുന്ന എൻ്റെ സമൂഹത്തിലാണിത്, എൻ്റെ പരിസരത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ ആ വാർത്ത കേട്ടപ്പോ പറഞ്ഞു, ഇതും കൂടി കേട്ടിട്ടേ നീ ഈ ലോകത്തുനിന്ന് പോകാവൂ. അത് ഞാൻ എന്നോട് പറഞ്ഞു. എനിക്ക് എന്നോട് പറയാം, എനിക്ക് മറ്റാരോടും പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. എനിക്ക് എന്നോട് പ്രതിഷേധിക്കാം, എനിക്ക് എന്നോട് അമർഷം രേഖപ്പെടുത്താം, എനിക്ക് എന്നെ കുറ്റപ്പെടുത്താം.
എനിക്ക് എന്നെ ആക്ഷേപിക്കാം. ഇതും കൂടി കേട്ടിട്ട് ഈ കാലത്ത് ജീവിക്കുന്ന നീ ഈ ഭൂമുഖത്തുനിന്ന് പോകാവൂ. ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ സ്ത്രീക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അപ്പൊ ഓരോ ദിവസവും നേരം വെളുത്താൽ എൻ്റെ കുട്ടി ഉറങ്ങിയോ എന്ന് പോയി നോക്കുന്ന മാതാവ്, കൊലയാളി ഉറങ്ങിയോ എന്നാണ് നോക്കണത്. എൻ്റെ കൊലയാളി ഉറങ്ങിയോ? തൊട്ടില് കിടന്നിട്ട് മാതാവ് കുഞ്ഞിന്റെ കാലെടുത്തിട്ടാണ് മുത്തം വെക്കുക. നമ്മളെ വാപ്പ, നമ്മുടെ ഉമ്മ നമ്മളെ മുത്തം വെച്ചത് മുഖത്ത് മാത്രല്ല, നമ്മുടെ കാല് പൊക്കിയെടുക്കും, കാല് മൂക്കോട് ചേർത്ത് വെക്കും. ആ പാവം മനുഷ്യൻ, എൻ്റെ കുട്ടി, എൻ്റെ മോൻ. പെരുന്നാക്കോ അല്ലാത്തപ്പോഴോ അഞ്ഞിച്ചരട് എന്നങ്ങനെ പറയാം. ഇന്നിപ്പോ ഈ വാക്കൊക്കെ ആളുകൾ മറന്നുപോയി. അഞ്ഞിച്ചരട്, കരിയിൽ തുണി നേരെ നിൽക്കാന് പപ്പൊക്കെ ബെൽറ്റാ കിട്ടണത്. അന്ന് ബെൽറ്റിന് പകരം ഒരു ചരടാണ് ഞാനൊക്കെ ചെറുപ്പത്തിൽ കിട്ടി, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കിട്ടും. അതിൽ തുണി കഴിഞ്ഞാണ്. ഇത് കെട്ടിത്തരുന്ന ആള് പിതാവ്. നമ്മളതിൻ്റെ അടിയിൽ കൂടി നമ്മളെ തുണി ഇങ്ങനെ പലപ്പോഴും മുണ്ടഴിഞ്ഞ് വീണ് പോകുണ്ടാവും. നമ്മുടെ നഗ്നതയൊക്കെ കണ്ട് നമ്മെ വളർത്തിക്കൊണ്ടുവന്ന പിതാവ്, ആ മനുഷ്യൻ, പാവം മനുഷ്യൻ, കാലെടുത്തിട്ട് മുത്തം വെച്ചിട്ടുണ്ടാവും. ആര്? മാതാവ്. ആരുടെ? സ്വന്തം കൊലയാളിയുടെ. ഇവൻ വളർന്നിട്ട് വേണം എന്നെ കൊല്ലാൻ. അങ്ങനെയുള്ള ഒരു കാലത്ത് മുഹമ്മദ് നബി ഓർക്കപ്പെടും, പ്രകീർത്തിക്കപ്പെടും. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇത് നീതിയുടെ പ്രവാചകനാണ്. ഇത് നീതിയാണ്. മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത് പരിധി കവിഞ്ഞൊന്നുമല്ല, അത് നീതിയാണ്. നീ ഈ ഭൂമുഖത്തേക്ക് വന്നത് നിന്റെ മാതാപിതാക്കളാണ്, അവരിലൂടെയാണ് നീ വന്നത്. ദൈവം അവരിലൂടെയാണ് നിന്നെ ഈ ഭൂമിയിൽ എത്തിച്ചത്. നിനക്ക് ചോറ് വാരിത്തന്നത്. ഈ വയറ്റത്തിന്റെ ഒരു കുഴി, ആ കുഴി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടുന്ന് ഒരു നാര് ഇട്ടിരുന്നു നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക്. ഓക്സിജൻ വലിച്ചെടുത്തിരുന്നു, പോഷകാംശങ്ങൾ വലിച്ചെടുത്തു, ചോര ഇങ്ങനെ പമ്പ് ചെയ്യും അതിലൂടെ. അത് ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ കാണാനുള്ള അഴകൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെ ഉണങ്ങിയിട്ട് പോവാണ് ചെയ്യുക. നാഭീനാളം, മാതാവുമായുള്ള ബന്ധം നാഭീനാള ബന്ധമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ അവസാന വേളയിൽ അമ്മയുടെ അവസാന വേളയിൽ ശങ്കരാചാര്യരെത്തിയപ്പോ അമ്മ മകനോട് ചോദിച്ചു, മോനെ നീ എനിക്കെന്ത് പകരം തരണം? നിന്നെ പെറ്റതിന്, നിന്നെ പോറ്റിയതിന്, നിന്നെ വളർത്തിയതിന്. ഇവിടെ സ്വാമിജിയുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച ശ്ലോകമാണ്. ഞാൻ എൻ്റെ ഹോസ്റ്റലിലെ ചുമരിൽ സ്വാമിജി ഈ ശ്ലോകം എഴുതി വെച്ചിരുന്നു. എൻ്റെ ഉമ്മ മരിക്കണം ഞാൻ BA പഠിക്കുമ്പോഴാണ്. നൈരുച്യം ധനുശോഷണം മലമയീ ശയ്യാച സംവത്സരി. അമ്മേ, എന്നെ ഗർഭം ചുമന്നപ്പോ നമുക്ക് ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ലേ? വേണ്ടത്ര ആഹാരം കഴിക്കാനുള്ളൊരു മടി. ഞാൻ ഗർഭത്തിലിരിക്കുമ്പോ, നമ്മളെ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ പച്ചമാങ്ങ എന്നാ പറയാ ഗർഭമുള്ള സമയത്ത്. അത് പച്ചമാങ്ങയുള്ള കമ്പല്ല, അത് ഗർഭകാലത്ത് സ്ത്രീയുടെ ശരീരം അരുചിയെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. ഭക്ഷണത്തോടുള്ള രുചിയില്ലായ്മ വരും. നൈരുച്യം തനുശോഷണം. എന്നിട്ട് മെലിഞ്ഞില്ലേ അമ്മേ? വേണ്ടത്ര ആഹാരം കഴിക്കാത്തോണ്ട്. മലമയീ ശയ്യാച, മലമൂത്രത്തെ അമ്മ കിടക്കാക്കില്ലേ? എന്റെ മലത്തിലല്ലേ അമ്മ കിടന്നത്? ഇതാണ് ധർമ്മബോധം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മതം പഠിപ്പിച്ചത്. ഇതൊക്കെ തച്ച് തകർത്ത് മാതാവില്ല, പിതാവില്ല, ഗുരുനാഥനില്ല, എന്തുമാവാം. പിന്നെ ഇപ്പൊ എന്തിനൊരു ഓമന പേര്, ആർക്കും ആരും എന്തും കാട്ടാം. അവൻ ലഹരിയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു മലയാളി അമ്മയെ കൊന്നു, തീയിട്ട് കൊന്നു. ജീവൻ പോയോ എന്ന് ഉറപ്പുവരുത്താൻ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തല ചതച്ചരച്ചു. നമ്മൾ പാമ്പിനെ അടിച്ചു കൊന്നിട്ട്, പാമ്പ് ചത്തോന്ന് ഉറപ്പിക്കാൻ നമ്മളൊക്കെ നാട്ടിൽ ചെറുപ്പത്തില് അടിച്ചു കൊന്നിട്ട് ഇങ്ങനെ തല ചെരുപ്പുകൊണ്ട് തല അങ്ങനെ ചവിട്ടി വെക്കും, പെടയുണ്ടോ. ഇവൻ ഗ്ലാസ് സിലിണ്ടർ കൊണ്ട് തല ചതച്ചരച്ചു. അവിടെ നീതി പുലരണം എന്ന് പുണ്യ റസൂൽ കൽപ്പിച്ചു. ലോകത്തെവിടെയും നീതി പുലരണം. ഓമന മക്കളോട് നീതി പുലർത്തണം.
നിങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കുക, ഇളയവരോട് കരുണ കാണിക്കുക, ഉറുമ്പിനോട് പോലും കരുണ കാണിക്കുക. ഒരു ഉറുമ്പ് ഒരു ദൈവദൂതനെ കടിച്ചു, അതിന്റെ കുറെ ഉറുമ്പുകളെ ആ ദൈവദൂതൻ കൊന്നു. പരിശുദ്ധ നബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആ പ്രവാചകനോട് ചോദിച്ചു, നിന്നെ ഒരു ഉറുമ്പ് കടിച്ചതിന് നീ എത്ര ഉറുമ്പുകളെയാണ് കൊന്നത്? ഇത് നമ്മോട് പറയുന്നത് പരിശുദ്ധ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഉറുമ്പ് ചാലിട്ട് പോകുന്ന സ്ഥലത്ത് തീ കായുന്നത് കണ്ടു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീ കായാണ്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ. റസൂലുള്ളാഹി വന്ന് ചോദിച്ചു, നീ കാണുന്നില്ലേ ഉറുമ്പ് ചാലിട്ട് പോണത്? അവിടെയാണോ തീയിട്ട് ചുടുന്നത്? ഒരാളൊരു ആടിനെ അറക്കുന്നത് പുണ്യ നബി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ കാണാറുള്ള പോലെ ആടിന്റെ തല രണ്ട് കാലുകൾക്കിടയിലേക്ക് ഇറുക്കി വെച്ചുകൊണ്ട്, ആട്ടുകുട്ടിയുടെ തല അറക്കുന്ന ആള് രണ്ട് കാലിന്റെ ഇടയിലേക്ക് ഇറുക്കിയിട്ട് കത്തി അണക്കുകയാണ്. പുണ്യ റസൂല് ചോദിച്ചു, നീ പാവം ജീവിയെ 2 തവണ കൊല്ലുകയാണോ? ഒന്ന് നീ കത്തി അണക്കുമ്പോൾ തന്നെ അത് കൊല്ലപ്പെട്ടു, അത് പേടിക്കാണ്. അതിന്റെ തല നിന്റെ കാലുകൾക്കിടയിലാണ്. നീ രണ്ടാമതും ശരിക്കതിനെ കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ എവിടെയും കരുണ കരുണ എന്ന് പരിശുദ്ധ നബി മന്ത്രിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിൽ കയറി മൂത്രമൊഴിച്ച പൂച്ചയെ തല്ലാൻ വടിയെടുത്ത് വന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പരിശുദ്ധ നബി വടി വാങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. തല്ലല്ലേ, മാതാവിനെ തല്ലല്ലേ, മാതാവിനെ തല്ലല്ലേ എന്ന് വിളിച്ചു പറയുന്നത് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമുക്കധികം സമയം ഇനി ദീർഘിപ്പിച്ചു കൊണ്ടുപോകേണ്ടതില്ല, അതിനുള്ള അവസരമില്ല. അപ്പൊ ഇത് തള്ളപ്പൂച്ചയാണ്, തള്ളപ്പൂച്ചയാണ് മസ്ജിദ് കയറിയിരിക്കണം. പ്രസവിച്ചാൽ പൂച്ചയും മാതാവാകുമെന്ന് പുണ്യനബി പഠിപ്പിച്ചു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കോയി ഗുഫ്തുഗൂ ഹെ ലബ് പേ तेरा नाम आ गया है, तेरी मदह करते करते ये मकाम आ गया है. कोई गुफ्तगू है लब पे तेरा नाम आ गया है. रसूले യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തെങ്കിലും പറയാൻ വേണ്ടി ചുണ്ടെടുക്കുമ്പോഴേക്ക് എൻ്റെ ചുണ്ടുകളിൽ അങ്ങയുടെ പേര് വരികയാണ്. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്, കോയി ഗുഫ്തുഗൂ ഹെ ലബ് പേ തെരാ നാം ആ ഗയാ ഹേ. നീ പറയാൻ ഒരുങ്ങുമ്പോൾ റസൂലുള്ളാഹിന്റെ പേര് വരും, മുഹമ്മദ് മുഹമ്മദ്. ലോകത്തിന്റെ സകല മുക്കുമൂലയിലും രാവിലെ 5 മണിക്കൊരു സ്ഥലത്ത് ബാങ്ക് കൊടുത്തു, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അത് മലേഷ്യയിൽ. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, 1 മിനിറ്റ് അടുത്ത സ്ഥലത്ത് ബാങ്ക്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോഴേക്കും ഇങ്ങനെ പോന്ന് ജക്കാർത്ത പോന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പറഞ്ഞ് ഇന്ത്യ ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് ബംഗ്ലാദേശിന്റെ അശ്ഹദു അന്ന പോകണം. ഇവിടെ സുബിയായി. അപ്പോഴേക്ക് ദക്ഷിണാഫ്രിക്കയിൽ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോഴേക്ക് സുബഹി കൊടുത്തെടുത്ത് ദുഹറായി. അവിടെ വീണ്ടും അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആരെങ്കിലും നാളെ ഒരു യന്ത്രം കണ്ടുപിടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശൂന്യാകാശത്ത് പോയി ഭൂമിയിലെ ശബ്ദങ്ങളെ റെക്കോർഡ് ചെയ്യുന്ന ഒരു യന്ത്രം. അപ്പൊ എല്ലാ 24 മണിക്കൂറിലും ഭൂഗോളത്തിൽ നിന്ന് ഒരേ ഒരു പേര് മുഴങ്ങുന്നതായി ആ ശാസ്ത്ര കണ്ടുപിടുത്തത്തിൽ കണ്ടെത്തുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാഹ്. അത് ഈ പേരായിരിക്കും, മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. നബിയെ, അങ്ങയുടെ പേരിനെ നാം ഉയർത്തിയിരിക്കുന്നു. അങ്ങയുടെ പേരിനെ നാം എങ്ങനെയാണ് ഉയർത്തിയതെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത്, നബിയുടെ കവി, ഷാഇറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ പറയുന്നുണ്ട്, അല്ലാഹു തന്റെ പേരിലേക്ക് തന്റെ നബിയുടെ പേര് ചേർത്തി പറഞ്ഞു. അദാനിൽ എന്ന പോലെ എന്നാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബാങ്കിൽ എന്ന പോലെ. അല്ലാഹു ഈ മദ്ഹിലും മഹബ്ബത്തിലും നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم, تب علينا إنك أنت التواب الرحيم, وارحمنا ونور قلوبنا بمحبة النبي المصطفى
സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.